ഹസ്ബൻഡിനെ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കട്ട് ചെയ്യടാ, അവര് വരുവാണെങ്കിൽ ഫോൺ വീഡിയോ പിടിക്കണോ പറയേ അമ്മ ആര്യമാര് ഞാനപ്പം പറഞ്ഞേടി ഇതല്ല നമ്മള് വീഡിയോയിൽ കാണുന്നത്, എവിടെ ഗേറ്റ് പൂട്ടി. ഞാൻ പറഞ്ഞ രാവിലെ കുളിച്ചിരിച്ചിട്ട് സ്പ്രേ കെട്ടിപ്പിടിക്കുമെന്ന്. നല്ല വേണം, ഒരു കുഴപ്പമില്ല. ജോമാസ് വേൾഡിന്റെ വീട്ടിലെത്തിയുണ്ട് അജിത നായർ വെറൈറ്റി വ്ളോഗ്സ് പോലെ എന്നാലും കാണാൻ പറ്റിയല്ലോ അല്ലേ? വെറൈറ്റി വ്ളോഗ്സ് അതാണ് നമ്മുടെ ഗുണം. നമ്മളെല്ലാം കുടുംബമല്ലേ? എന്നോട് സമയം പറയാത്തപ്പോ എനിക്ക് ചെറിയ സംശയം. ഞാൻ പറഞ്ഞു മോനെ എളുപ്പം ഇൻസ്റ്റിക്കൊക്കെ ഇടട്ടോ നമ്മുടെ ഞങ്ങളെ കാണാൻ ഞങ്ങള് കേറി വരുന്നതിന് മുമ്പ് ഓടിപ്പോയുണ്ടല്ലോ, സ്പ്രേ ഒക്കെ പൂശി അടിച്ചു. അതീ നാട്ടുമായിട്ട് നമ്മള് കുളിച്ച് പാവം സുന്ദരിക്കുട്ടിയായിട്ട് വന്നിപ്പോ കോഴിക്കുഞ്ഞിനെ കാണാം. മിക്കൊന്നും തൂത്തിട്ട് കേട്ടോ. ഇതെല്ലാം നമ്മള് നോക്കി ഞങ്ങള് കണ്ടിട്ടാണ് വന്ന്. അങ്ങനെ അയ്യോ ഉണ്ടോ എങ്ങനുണ്ട്? ഞങ്ങളെ അവിടെ വന്നിറങ്ങിയപ്പോ ഒരു ഡൗട്ടായി. എവിടെ വരെ വന്നു നിങ്ങള്? ഹോസ്പിറ്റലിന്റെ അവിടെ വരെ വന്നു. വന്നിട്ട് അപ്പൂപ്പനോട് ചോദിച്ചു, ഒരു പ്രായമുള്ള അപ്പൊ വന്നേ അന്നത്തെ അപ്പൂപ്പനാണ്. ഈ അപ്പൂപ്പൻ ഇവിടെ അപ്പൊ അപ്പൂപ്പൻ തോന്നി ജോമേന്നൊന്നും പറഞ്ഞ അറിയത്തില്ലല്ലോ. നമ്മളെ വേറെ ഇതിനെയും കൂടെ കയറി വരാം. അല്ല അതിലെയാണ് കാർ ഇറങ്ങുന്നത്. ഈ പുറകിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി ആരം കയറി പോകുന്ന രാവിലെ അതിലേ ഞങ്ങൾ വന്നു. എന്നിട്ട് അപ്പൊ ഇത് പൂട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ ഇതിലെ കേറാൻ എന്നിട്ട് അതുവഴി കയറി അല്ലേ? ഓ അത് ശരി. അതെങ്ങനെ മനസ്സിലായി ഓട്ടോക്കാർക്ക്? അത് മറ്റേ ഒരു ഹോമിയോടെ പറഞ്ഞില്ലേ, ആയുർവേദത്തില് അവിടെ നിന്ന് വീട് വരെ കാണിച്ചു. ആ താഴെ ഇരിക്കുന്ന വീടാണ് മറ്റേത്. മനസ്സിലായി. പേര് പറഞ്ഞോ? ജോമേന്ന് അറിയത്തില്ല, ആർക്കും അങ്ങനെ കുടുംബക്കാരാന്ന് പറഞ്ഞു. അതെ, ചേട്ടൻ ചേട്ടൻ ഈ വീട് പിന്നെ അതിന്റെ അപ്പുറത്തെ ഇത് ഉപ്പാപ്പൻ. അപ്പൊ അത് അവരുടെ ഒരു ഏക്കറ്, ഇത് ഇങ്ങനെ ഒരു ഏക്കറ്. ഇവിടെ കൊല നമ്മുടെ പുതിയ കിണറ് അത് വെച്ചത് വാഴക്കൊല. ഈ വീഡിയോയിൽ കാണുന്നോണ്ട് നമുക്ക് കുറച്ചൊക്കെ അറിയാവേ. അപ്പൊ ഞാൻ പറഞ്ഞ ഇതല്ല ഫ്രണ്ട്, ഇതാടി ഫ്രണ്ട്. വീട് തന്നെ ഇത് വീട് തന്നെ കറക്റ്റ്. ഉച്ച കയറാതെ ഇതൊക്കെ ഉണ്ടാക്കി പച്ച പെയിന്റ്. പിന്നെ കഴിഞ്ഞ ദിവസം വെട്ടിയ വാഴയുടെ അതുപോലെ നിൽക്കുന്നു. ഇതെല്ലാം ഇവിടുത്തെ അല്ലേ? ഈ സ്ഥലമല്ലേ ഇവിടുത്തെയാണ്? അത് നമ്മുടെ കൂട്ടക്കാരൻ. അത് വഴി തൊട്ട് ഇതിന്റെ ആ കേറി വന്നേ അതിലേ വന്നില്ല അല്ലേ? ഇതിലേ വന്നേ അങ്ങേറ്റ പഞ്ചായത്തോട് മുട്ടുന്നോടെ വരെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വഴിന്ന് ഇങ്ങനെ കയറുന്നത് അതിലേ അല്ലേ? അതിലെ പുറകിൽ കൂടെ നമ്മുടെ ആ പഞ്ചായത്ത് റോഡിൽ കൂടെ വരുന്നത്. അതായത് മേനാശ്ശേരിയുടെ അതിലെ ഇങ്ങനെ ഒന്ന് വളഞ്ഞ് ഞാൻ പറഞ്ഞേ അതെല്ലാവർക്കും തെറ്റും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നല്ല വൃത്തിയാണ്. ഒരു കുഞ്ഞുണ്ട് വന്ന ഇങ്ങോട്ട് വന്നല്ല, രണ്ടുപേരുണ്ട്. ഒരാള് വെളിയില്ല കേട്ടോ. ഇവനാണ് നല്ല പെരുമാറ്റാണ്. ഇതിന്റെ അടുത്ത് നിൽക്കാൻ നിൽക്കുന്നതാണ്. ആ സാധാരണ ഞാൻ ഇത്ര വെള്ളമുണ്ട് കണ്ട ചക്കപ്പഴം വരെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വയ്യ. ചക്കപ്പഴം, ഉണക്കമുന്തിരി, പിന്നെതാ ഞാന് പാവം കേട്ടോ. എന്ത് പെട്ടെന്നാ നോക്കിക്കേ ഇതെല്ലാം വരുത്തിയത്. നല്ല നീറ്റല്ലേ നോക്കിക്കേ. ടേബിള് നോക്കിക്കേ. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. അത്രയ്ക്ക് നീറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മളത് കഴിച്ചിട്ട് പോയില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. നമ്മൾ കഴിച്ചിട്ട് തന്നെ പോകണം. ഈ ചക്കപ്പഴം കഴിഞ്ഞ ദിവസം വലിയ മുറിച്ചിട്ടും ഇത് കണ്ടോ ചക്കപ്പഴം ഇത്രയും ഉണ്ട്. ഇതിന്റെ തോതിൽ ഇത്ര എടുത്ത് ഞാൻ ഇഷ്ടമായ സാധനങ്ങളായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ഫ്രിഡ്ജ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. അത് പറയാതിരിക്കാൻ ഒരേ ലെവല് തന്നെ കേട്ടോ. ലെവലല്ല ഒന്ന് തന്നെ. നല്ല ടേസ്റ്റ്,
നല്ലതാ കേട്ടോ. അയർച്ചക്ക ഒരുപാട് നാളായി ചക്കപ്പഴം എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ തിന്നുന്ന കേട്ടോ. ഞാൻ അതിനകത്ത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമ്മുടെ ആ കോഴിക്കോടിന്റെ അവിടുത്തെ പ്ലാവ ഉണ്ടായ ചക്ക ലാസ്റ്റ് 2 എണ്ണം ഉണ്ടായിരുന്നു. അത് മൊത്തം ഫ്രീസറിൽ കയറ്റിയത് കഴിഞ്ഞ മാസം ഞാൻ മേടിച്ചില്ലേ, ഞങ്ങൾ കഴിച്ചിട്ട് കാണും. അത് ഇങ്ങനെയൊക്കെ ചാണ്ടി ഇതുണ്ടാ നമ്മുടെ ചന്തക്കുടിനെ പോലെ തന്നെ ജോമയുടെ ഇളയാള് കണ്ടോ. ഞാൻ ഈ ഫോൺ പിടിച്ചേക്കുന്നുണ്ടല്ലോ, അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേനെ. പാവം കേട്ടോ, എന്റെ ചന്തുവിനെ നന്ദുവിനെക്കാളും ഭയങ്കര ഒരു എന്താ പറയുന്നത് ഉള്ള കാര്യം പറയാണ്. അവര് നല്ല മനുഷ്യത്തായിരുന്നല്ലേ, എന്റെ മക്കൾക്ക് മനുഷ്യത്തില്ലായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. പക്ഷെ മോൻ നല്ല നമ്മുടെ ഒപ്പം തന്നെ കേട്ടോ. നമുക്ക് കഴിക്കാല്ലേ, ചാടിക്കറി ഇരിപ്പുണ്ടോ. ഞാൻ നോക്കിയിട്ട് ആരും വരുന്നില്ല. എല്ലാവരും ഞാനപ്പോ ഇവിടെ തന്നെ ഇരുന്നു. അപ്പൊ കഴിക്കും കേട്ടോ. ജയക്കൊച്ചെ അതാ ജയക്കൊച്ചിന്റെ അത് അങ്ങനെ എന്ത് ചെയ്തായിരുന്നോ? അതെ അതെ, ഞാൻ എന്റെ ഗ്രില്ലൊന്ന് അടച്ചിട്ട് പെൺഭരണം എന്തിനാ സ്ഥലം? പെൺഭരണങ്ങൾ സത്യമാ. ഇവിടെ ഇങ്ങനെ നല്ല ആരും ഇല്ലാത്തോണ്ട് നമുക്ക് സ്വാതന്ത്ര്യ. അതല്ല, ഞങ്ങൾ ഇന്നലെ മറ്റേ സിനിമ കണ്ടു, നല്ല പടമായിരുന്നു കേട്ടോ. സൂക്ഷ്മദർശിനി. ഇത് മറ്റേ ഗോപി ഇന്നലെ സൂക്ഷ്മദർശിനി ഞങ്ങൾ പോയായിരുന്നേ. നല്ല പടമാണ്. പേരൊന്നും പറഞ്ഞ എനിക്ക് മനസ്സിലാത്തില്ല. സിനിമയെന്ന് പറയണം. എനിക്ക് മതി കേട്ടോ. എടുത്തോ, ജോമ എടുത്തോ. അല്ല, ഫുള്ള് കഴിക്കണം. നമുക്ക് ഇനി മിച്ചം വെക്കണ്ട. ഞങ്ങൾക്ക് വൈകിട്ട് മറ്റേ അവിടുന്നാ ഭക്ഷണം. പിന്നെന്ന് വെച്ചാ ഒത്തിരി വേണ്ടായിരുന്നോ? ഏതാ വേണ്ട, അവന്റെ മെയിൻ സാധനം അതാ. അവനെ ഇത് ഇച്ചിരി എടുക്കും. പിള്ളേർക്കൊക്കെ ഇതാണല്ലോ. അവനെ എക്സ്ട്രാ പറഞ്ഞില്ല റുമാലി അല്ലേ. നീ ഇച്ചിരി കൂടെ കഴിയുമ്പോ അവിടെ കഴിക്കുന്നത് കൊച്ചിന് ഇത് അമ്മയുടെ തോന്നാണോ? വയസ്സില്ല, അവിടെ ഇരിക്കട്ടെ. ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തിട്ടോ. തിന്നുമ്പോ എന്തോത്തിനോ ചെവിയില്ലല്ലോ. പന്നിക്ക് ചെവിയില്ല കേട്ടോ. ഞങ്ങള് കഴിക്കട്ടെ. നമുക്ക് ദൈവം സഹായിച്ച നമ്മുടെ യൂട്യൂബേഴ്സ് ശ്രീദേവി, പിന്നെ നിങ്ങളുടെ ചേട്ടന്മാരെ, കുഞ്ഞുങ്ങള് എല്ലാം കൂടെ കൂടി. അപ്പൊ ആശറിന് അത് കാണുമ്പോ ഹാപ്പി ആവും, ഹസ്ബൻഡ്. എന്നിട്ട് നമുക്ക് മുറ്റത്ത് പാചകം ചെയ്യാം. ഫ്രണ്ടി ഗ്യാസ് കൊണ്ട് ഫ്രണ്ടി വെച്ച് അല്ലേ. നിങ്ങള് വെജിറ്റേറിയൻ ചെയ്യണം, പിന്നെ ഞാന് അല്ലാത്ത ചെയ്യാം. കൊച്ചിന്റെ ചിക്കൻ കറി കൊച്ചൊന്നും ഉണ്ടാക്കണം കേട്ടോ. പിള്ളേര് കറി സൂപ്പർ അല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. പലയിടത്തും പല ടേസ്റ്റ്. അവിടുത്തെ ഇലയിൽ ഞങ്ങൾക്ക് ഇഷ്ടം, എല്ലാം ഇഷ്ടം. കോട്ടയത്തെ സിറ്റി ഗ്രില്ലുണ്ട്, ഇവിടെ എന്റെ വീഡിയോ കാണുന്ന. ഓ, കോട്ടയത്ത് കളക്ടറേറ്റിന് അവിടെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് സിറ്റി ഗ്രില്ല് കേട്ടോ റെസ്റ്റോറന്റ്. സൂപ്പറാ. എവിടുത്തെ ആണല്ലോ അടിപൊളിയായിട്ടുണ്ട്. ചിലയിടത്തെ കുളത്തില്ല കേട്ടോ, പക്ഷെ ഇത് നല്ല സൂപ്പറാണ്. അടിപൊളി. ഞാൻ ചിക്കൻ തോറ്റു പോയി എനിക്ക് കണ്ടു കഴിഞ്ഞാൽ. നൈസ് ഗ്രേവി അല്ലേ. നല്ല ഒത്തിരി സ്പൈസി അല്ല, സൂപ്പറാ. ഞങ്ങളിവിടെ വിളിച്ച് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ബിരിയാണി കഴിക്കുവാണെങ്കിൽ ബെസ്റ്റിലെ കഴിക്കണം. ഇവിടുത്തെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബെസ്റ്റിലെ പുതുപ്പള്ളി അറിയാമോ? ഓ എന്റെ പൊന്നോ, സൂപ്പർ. പോയി കഴിക്കണം ഒരു ദിവസം. ഇനി അങ്ങോട്ടൊന്ന് പോകണം ഒരു ദിവസം പുതുപ്പള്ളി. അല്ല, പിള്ളേരെ കഴിക്കട്ടെ. അല്ല, അവിടുത്തെ വെജിറ്റബിൾ ചിക്കനും മട്ടനും അവിടുത്തെ കഴിക്കണം. പക്ഷെ വൈകിട്ടില്ല കേട്ടോ, ഉച്ചയ്ക്കാണേ. വൈകിട്ടില്ല, വൈകിട്ട് ബാക്കി ഫുള്ളാ. ദോശ, പുട്ട്, ബീഫ് പുട്ട്. അയ്യോ, അതൊന്നും കഴിക്കണം. എന്റെ അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങള് വാങ്ങിച്ചു കൊടുത്തപ്പോ ചോദിക്കാം, പിറ്റേ ദിവസം രാവിലെ എന്നെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാം, എടി ആ പുട്ട് സൂപ്പർ ആയിരുന്നു, അത് ഏത് പുട്ട്? അപ്പൊ ഞാൻ പറഞ്ഞ അജിമി. ഇന്നാളെ ഞാൻ അജിമിയുടെ നമ്മൾ നനച്ചെടുക്കണ്ടല്ലോ, വെള്ളം അതിനകത്ത് ഒഴിച്ചോടെ വെച്ചാൽ അങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞങ്ങള് കോട്ടയത്ത് ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ജയാസ് വെറൈറ്റി എല്ലാവർക്കും അറിയാലോ, എന്നേക്കാൾ കൂടുതൽ.
ഇത് ജയാസ് വെറൈറ്റി, ഇത് അജിത നായർ വെറൈറ്റി വ്ളോഗ്സ്. ഇവരെല്ലാം ഞങ്ങള് കോട്ടയംകാരാ. പിന്നെ ഞാൻ ജോമാസ് വേൾഡ്, പിന്നെ വേറൊരു ലാൽസീസ് വേൾഡ് ഇന്ന് രാവിലെ വിളിച്ച് ചോദിച്ചു ഒന്ന് പരിചയപ്പെടുത്തണോന്ന്. എന്റെ ചാനലിൽ ഞാൻ പറയാണ് ലാൽസീസ് വേൾഡ്. പുള്ളിക്കാരി റിട്ടയർഡ് റബ്ബർ ബോർഡ് ഓഫീസറാണ്. ഇവിടെ അടുത്ത് കോട്ടയത്ത് വടവാതൂരാണ്. ഭയങ്കര കൃഷി ക്രൈസാ. വീട്ടിൽ ചെന്ന പ്രാന്ത് പിടിക്കും കൃഷി, കോഴിയും കൃഷി, മീൻ വളത്തിൽ നമുക്ക് പ്രാന്ത് പിടിക്കും. വടവാതൂരാ താനിക്കപ്പടി റോഡ് സൈഡിൽ തന്നെ ഒരു തേപ്പ് കടയുണ്ട്, അതിന്റെ ബാക്കിൽ ഇരിക്കുന്ന വീടാണ്. അപ്പൊ എന്നോട് ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ എന്റെ കാര്യം കൂടെ ഒന്ന് യൂട്യൂബിൽ പരിചയപ്പെടുത്തണമെന്ന്. അപ്പൊ ഓക്കെ, എല്ലാരും ലാൽസിസ് വേൾഡ് ഒന്ന് കാണണം കേട്ടോ. ഞങ്ങൾ നോക്കാവേ. പിന്നെന്തൊക്കെയാ നമുക്ക് പറയണ്ടേ? എന്റെ സ്നേഹത്തിന് പറയുമ്പോ എന്റെ ചക്കര കഴിക്കണം. നമ്മള് രണ്ടെണ്ണ, ഈ പിള്ളേർ കാരണം രണ്ടെണ്ണ പറഞ്ഞ കറി നല്ലതാ. കുറച്ച് 5-6 തിന്നായിരുന്നു. അല്ല, അറിയാതെ വർത്താനം പറഞ്ഞ് കഴിച്ചു പോകും. നമ്മള് ലാസ്റ്റ് ഇങ്ങനെ ഓടിച്ചൊന്ന് നോക്കുമല്ലോ. അപ്പൊ ഞാനിപ്പോ ഒരാള് പടത്തും പറ്റിച്ചു മൊത്തം കളയണ്ടേ, ഭയങ്കര അതല്ലാതെ പിന്നെ എഡിറ്റ് ചെയ്തിടാന്ന് വെച്ചാൽ ഗാലറിന്ന് നമ്മൾ ഇതെല്ലാം കളയുകയും. എനിക്ക് പറ്റുന്ന കോപ്പിറൈറ്റ് വരുമ്പോ ഞങ്ങള് ഇതെന്നാ രണ്ടാമതിടാം ഡിലീറ്റ് ചെയ്തിട്ടെന്ന് പറയുമ്പോ എവിടുന്ന് എല്ലാം കളയാം. പാട്ടൊന്നുള്ളത് ഇപ്പൊ എനിക്ക് വരുന്നില്ല. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് അപ്പൊ തന്നെ ഇല്ലേ നമ്മൾ ഏതിലൊക്കെ എഡിറ്റ് ചെയ്യാതെ നമുക്ക് പുതിയതായിട്ട് വീഡിയോ ഇടാതെ തന്നെ ഈ ലാപ്ടോപ്പിൽ നിന്ന് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കോപ്പിറൈറ്റ് ഉള്ള ഭാഗം യൂട്യൂബുകാരെ ഒന്നേ അവിടുത്തെ ശബ്ദം കളയും, അല്ലെ ആ ഭാഗം മൊത്തത്തിൽ കളയും. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോ അമ്മയുടെ കോപ്പിറൈറ്റിനെ കമന്റ് ചെയ്തു. ഞാൻ ഇൻഷോട്ടിലല്ലേ ഇത് എഡിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്റെ യൂട്യൂബുകാർ തന്നെ ക്ലിയർ ആക്കി അവര് മുഴുവൻ നിരീക്ഷിച്ചിട്ട് അതിന്റെ വീഡിയോ അവർ തരുന്നത്. അപ്പോഴേ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ കോപ്പിറൈറ്റ് ഇല്ല. അങ്ങനെ ചെയ്യണം. എനിക്ക് 300-200 വീഡിയോയ്ക്ക് പഴയത് ഇട്ടപ്പോ ഇല്ലായിരുന്നു. പിന്നീട് പാട്ടുകാരുടെ ഉമ്മൻചാണ്ടി സാറിന്റെ നല്ല അതിന് പാട്ടിന്റെ എന്തൊക്കെയാണ് അത് ഭാഗ്യത്തിന് മോൻ അത് പഠിച്ചു. അതിന്റെ എന്നാ ചെയ്യേണ്ടതെന്ന് ബുക്ക് പഠിച്ചപ്പോ ആ വീഡിയോ കളയാതെ അതിനകത്ത് ആ പാട്ട് ഇടാൻ പറ്റി. അതുകൊണ്ട് അതിപ്പോ കിടപ്പുണ്ട്. അല്ലാതെ എന്റെ മോനെ ഒരു 200-250 വീഡിയോ ഞാൻ ഫുൾ ഇരുന്ന് ഡിലീറ്റ് കോപ്പിറൈറ്റ് അങ്ങനെ ഇതുവായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇനി വരത്തില്ല. കറി വേണം. ഇപ്പൊ അതിങ്ങനെ വരത്തില്ല. കാരണം എന്താ വെച്ചാൽ യൂട്യൂബുകാർ തന്നെ സെൻസർ ചെയ്തായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇപ്പൊ ഉണ്ട്. നമ്മള് പറയത്തില്ലേ അവരെന്ത് ചെക്കിംഗ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് വരുന്നില്ല ചെക്ക് ചെയ്യുക. അത് നമുക്ക് നോ ഇഷ്യൂസ് ഒന്നും ചിലതിന് അത് തന്നെ. ചിലതിന് എന്തുമാത്രം സമയം എടുക്കും. ചില വീഡിയോയ്ക്ക്, ചില ഷോർട്സിന് തന്നെ കുറെ സമയം എടുക്കും അല്ലേ? രക്ഷയില്ല. കറിയെല്ലാം മൊത്തം കഴിക്കും കേട്ടോ. കളയും. എനിക്ക് എല്ലാരെയും ഭക്ഷണം കഴിപ്പിക്കാനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെയൊക്കെ ഹോട്ടലിൽ ചേട്ടൻ നന്നായിട്ട് കഴിക്കും. അവരുടെ ആവശ്യം നല്ല പിള്ളേര് ഈ പറയുന്നവരൊന്നും തോന്നുന്നുണ്ട്. അവരെണ്ണൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെയൊക്കെ കറി ഒക്കെ മിച്ചം വരും. പിന്നെ ആ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചല്ലേ എടുക്കുന്നത്. അത് പാഴ്സൽ ഹസ്ബൻഡ് മൊത്തം കഴിച്ചോളും. പിന്നെ മൂത്ത മോനും ഒരുമാതിരി ഹസ്ബൻഡിനേക്കാൾ ഇച്ചിരി കൂടെ നല്ലതായിട്ട് കഴിക്കും. ഇവൻ അതിനേക്കാൾ ഇച്ചിരി കൂടെ കഴിക്കും. ഞാൻ ഏറ്റവും പോറും. ഞാൻ ഏറ്റവും പോറും. ഞാൻ കുറെ ചോറും കഴിച്ചു വയറും അതാണ് താല്പര്യം. ഒരു മീൻ വറുത്തതും കൂടുതൽ കറിയും വേണം അല്ലേ? അത് കറിയോ? കറി ഇഷ്ടം പോലെ കഴിക്കും. കറി ഒരുപാട് കറി വേണം. തോരൻ ഇഷ്ടം, അവിയൽ ഇഷ്ടം, മീൻകറി ഇഷ്ടം. മറത്തതിനോടൊന്നും അത്ര വലിയ. താമസിച്ചാണ് കിടക്കുന്നത് രാത്രിയില്. ഇത് 2 മണിയൊക്കെ വലിയ സൈസ് ഏറ്റവും വലിയ മീനാണെന്നറിയാമോ? മോനെ അയിലേം കരിമീനുമാണ് ഏറ്റവും വലിയ മീൻ നമ്മൾ കഴിക്കുന്നത്.
പിന്നെ കുഞ്ഞിമത്തി അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടം. പറയാവേ ഇനിയും പിള്ളേരെ എനിക്ക് തിരക്ക് തുടങ്ങുമല്ലേ ഈ ഡിസംബറിൽ ഓർഡർ പിന്നെ കാൻഡിഡേറ്റ്സ് അടുത്ത മാസം കഴിഞ്ഞ വർഷം ഇതെനിക്ക് ഫ്രണ്ട് വാങ്ങിച്ചത് ഇത് എൻ്റെ ഈ കൊച്ചിന്റെ സാധനം കാണുമ്പോൾ ഞാൻ എല്ലാം മേടിച്ചു എല്ലാം ഉൾപ്പെടെയും സോണാൻ മേടിക്കും എല്ലാം ഉൾപ്പെടിപ്പിച്ച് ഇങ്ങനെ ഞാനും മേടിച്ച് കൂട്ടുകാരും കൂട്ടുകാരി രണ്ടും ഉപയോഗിക്കും. അടുത്ത മാസം ഇതെല്ലാം വേണം, അത് വേണം. അപ്പൊ ചെറിയ വെക്കും ഈ ചോറിനകത്ത് ഉപ്പിട്ടിട്ട് അത് അങ്ങനെ അത് ഓർഡർ വരുമ്പോ അതിനകത്ത് ഉണ്ട്. ഗൾഫിൽ നിന്ന് അമേരിക്കയിൽ നിന്നും വരുന്ന ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നവരാ അതൊക്കെ. ഒരു കുപ്പി ബീഫുണ്ട്, അത് ഓർഡർ ചെയ്തിരുന്നു. അത് വേണോ? അതിന് എത്ര രൂപ? ബീഫ് അച്ചാറുണ്ട്. എല്ലാ ബീഫും ഇതെല്ലാം മറ്റേ ഒന്ന് ഇതെല്ലാം കണ്ണിമാങ്ങാടെ ഓർഡർ ഇരിക്കുന്നതാണ്. കണ്ണിമാങ്ങ ബീഫാണെന്ന് തരുന്നത് അല്ല, അങ്ങനെയല്ല. മറ്റേ പിന്നെ എന്തോ ബീഫ് അല്ലാണ്ട് വേറെ മീനച്ചാർ അങ്ങനെ വല്ല ഉണ്ടോ? എല്ലാത്തിനും പോയാലും വീടൊക്കെ ക്ലീൻ കേട്ടോ. ക്ലീൻ കേട്ടോ. ഇതാ മീനച്ചാർ. പിന്നെന്താ ഇതാ ശരിക്കുള്ള പൊടി. അന്ന് പറഞ്ഞായിരുന്നു. പിന്നെന്തോ മടുപ്പ് പറഞ്ഞു. ഇത് ഷെയ്ക്കിനുള്ള പൊടി പൊടിച്ചു വെച്ചിരിക്കുക. ഞാക്കിയാന്നറിയോ? നട്ട്സ്, ബദാം, പിന്നെ വാൾനട്ട്, പിന്നെ നമ്മള് ചെറിയ മുന്തിരി, പിന്നെ ഈത്തപ്പഴം, ഞാക്കെ പറ കുറെ സാധനമുണ്ട്. പിന്നെ നമ്മുടെ കസ്കസ് അല്ലാത്ത മറ്റേ ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് സാധനം. പിന്നെ പൊടി മറ്റേ നമ്മുടെ നിലക്കടല, അത് എല്ലാ ടൈപ്പ് സാധനവും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന. ഇതിനകത്ത് ആവശ്യമുള്ളത് അതിനകത്ത് ഒഴിക്കും. പഴമോ ഏത്തപ്പഴം ഇട്ട് അടിച്ചു പരിപാടി എളുപ്പമാണ്. ഇങ്ങനെ വെച്ചാൽ എളുപ്പമുണ്ട്. കൊച്ചിന് എളുപ്പമുണ്ട്. അത് വൈകുന്നേരം വരുമ്പോ അങ്ങനെ എല്ലാം പൊടിച്ചാ വെക്കുന്നേ. എപ്പോഴും ചെയ്യാം. പാവം കൊച്ചു കേട്ടോ. ഓട്സ് പൊടിച്ചു വെക്കും, മഞ്ഞപ്പൊടി ഒടിച്ചു വെക്കും. ഇതൊക്കെ നമ്മൾ പുട്ടിന് എളുപ്പം എടുത്ത് അങ്ങോട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. പിന്നെ എല്ലാം എടുത്ത ഫ്രീസറിൽ നമുക്ക് പോണേ. ഇവളും ചേട്ടനും പിള്ളേരും നമ്മളും എവിടെയും നമ്മളുടെ 3 ഫാമിലി അല്ലേ? ഇവിടെ 3 ഫാമിലി. നിങ്ങൾ രണ്ടും ഞങ്ങളും 3 ഫാമിലി. അങ്ങനെ പോകാം. എന്റെ ഹസ്ബൻഡ് ഭയങ്കര വർത്താനം പറയുന്ന ആളാണ്. എല്ലാം വർത്താനം പറഞ്ഞ ഭയങ്കര എല്ലാ വഴികൾ അറിയാൻ മൊത്തം അങ്ങനെ എല്ലാം നല്ല. പോകാനും നമുക്ക് രസമാണ്. നിങ്ങൾ പോയിട്ടില്ലാത്ത എവിടാന്ന് വെച്ചാൽ പോകാം. ഹൗസ് ബോട്ട് നമുക്ക് അല്ലാതെ എവിടെ പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ബിജീസിനോട് ചോദിച്ചിട്ട് ഇപ്രാവശ്യം ഞാനും ആ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര പൈസക്കാർ ഇവരോട് പഠിച്ചൊരു കൊച്ചിന്റെ അമ്മയാണ് റാന്നിയില്. അന്നേരം ഞാൻ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ 800 കൊടുക്കുമ്പോ എല്ലാരും എന്നെ വഴക്ക. എന്റെ അമ്മ കൊടുക്കുന്ന 1200. അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നു. അമ്മയ്ക്കും ലൈസൻസ് ഉണ്ട്, സ്റ്റിക്കർ എല്ലാം ഉണ്ട്. എനിക്കും ലൈസൻസ് സ്റ്റിക്കറും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അമ്മ 1200, ഞാൻ 800 എപ്പോഴും. അന്നേരം എല്ലാരും എന്നെ വഴക്ക. ഞാൻ പക്ക എല്ലാം കഷ്ടപ്പാടല്ലേ ഇത്. സാധനവും നല്ല കൂടിയ സാധനങ്ങളൊക്കെ
നല്ല സാധനം എപ്പോഴും നല്ലതിട്ട് ചെയ്യണം. ഞാൻ പക്ഷേ ഇല്ലേ ഇത് വെജിറ്റബിൾ ഇടുമ്പോൾ മാത്രമേ നമ്മുടെ നല്ലെണ്ണ ഉപയോഗിക്കുള്ളൂ. ബാക്കി നോൺ വെജിനെല്ലാം വെളിച്ചെണ്ണ ഉപയോഗിക്കണം. അല്ലെങ്കിൽ വേറൊരു ടേസ്റ്റ്. ഈ വെളിച്ചെണ്ണയിലാകുമ്പോഴാണ് നല്ല നോൺ വെജിന്. അച്ചാറിന് സാധാരണ നല്ല ബാക്കിയല്ല നോൺ വെജ് മാത്രം വെളിച്ചെണ്ണ. ഞാൻ അത് ബിജീസിനോട് പറഞ്ഞു. പക്ഷെ ബിജീസ് നല്ലെണ്ണയാ നോൺ വെജിന് ചേർക്കുന്നതെന്ന് പറഞ്ഞു. അതിന് 1500 പുള്ളി കൊടുക്കുന്നേ. അപ്പൊ ഞാൻ ആ റാന്നിക്കാരിക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ട് 1500 കൊടുക്കും. ഒരു പ്രശ്നവും ഇല്ല. അവര് പറയുക അത് കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അവരെന്നെ തെരുതെരെ ഇങ്ങനെ വിളിച്ച് ഇഷ്ടമായി. പിന്നെ 800 കൊടുത്തോണ്ടിരുന്ന ഞാൻ ഓർത്ത് ഇനി 1200 കൊടുത്തില്ല. കഷ്ടപ്പാട്. ഒന്നാമത് 400 രൂപയുടെ ഇറച്ചി നമ്മള് 600 രൂപ 650 രൂപ കൊടുത്ത അച്ചാറിനുള്ള പീസ്. അച്ചാറിടുന്ന ദിവസം ജോമയ്ക്ക് നല്ല പണിയല്ല. അച്ചാറിടുന്ന പീസ് വാങ്ങിക്കുന്ന കട്ട പീസ് തന്നെ വാങ്ങിക്കണം. അല്ല ബീഫിനല്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല എല്ലാം ഉണ്ട്. പക്ഷെ അത് എല്ല് വേറെ. ഇത് നമുക്ക് ഇറച്ചിക്ക് വളർത്താൻ തരുന്നത് ദശയാണല്ലോ. പക്ഷെ ആ ദശയിലും മൊത്തം എല്ലാം ഇങ്ങനെ ചെത്തിക്കളഞ്ഞ് ആ ബ്ലാക്ക് പോർഷൻ മാത്രം എടുക്കണം. അപ്പൊ 650 രൂപ കൊടുക്കണം. 2 കിലോ ഇടുമ്പോഴാണ് ഒരു കിലോ അച്ചാർ കിട്ടണേ. അപ്പൊ എത്ര 1300 രൂപ ആയില്ലേ? 1300 ആയില്ലേ? പിന്നെ ഞാൻ എങ്ങനെയാന്ന് വെച്ചാ 1.5 കിലോ വാങ്ങിച്ചിട്ട് പിന്നെ ആ ബാക്കി ഒരു 1/4 കിലോയോളം ഈ സാധനങ്ങളൊക്കെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അങ്ങനെയുള്ളതെല്ലാം ഇട്ട് വരുമ്പോ പിന്നെ മുളക് പൊടി എല്ലാം ഇട്ട് ഇങ്ങനെ എല്ലാം വരുമ്പോ ചിലപ്പോ ആ 1/4 കിലോ അഡ്ജസ്റ്റ് ആയി. 2 കിലോ ഇടുമ്പോഴും 1 കിലോ ആവുന്നേ. വറുത്ത് വരുമ്പോ ഒന്ന് പുഴുങ്ങിയല്ലേ വറുക്കുന്നേ. പുഴുങ്ങുമ്പോ ചുരുങ്ങുമല്ലേ, വെള്ളമൊക്കെ പറ്റിപ്പോവല്ലേ. അത് എന്നിട്ട് പിന്നെ അത് നമ്മള് വറുത്തും കൂടെ വരുമ്പോ ഇല്ല. അപ്പൊ ഓർത്ത് 1500 മേടിക്കുന്നത് ശരിയാ. എത്ര നേരത്തെ മെനക്കേട്. ഗ്യാസ് നമ്മുടെ എല്ലാം നോക്കണ്ടേ. എണ്ണ, കായം എന്തൊരു വിലയാ. എന്ത് കായം ഇടണം. മുളക് നല്ല മുളക് ഇടണ്ടേ. ഞാൻ നല്ല മേടിച്ച് പൊടിപ്പിച്ചൊക്കെ ഇടുന്നത്. അപ്പൊ 1500 1600 ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ 800 1500 കൊടുക്കുമ്പോ നമ്മുടെ ലാഭം എത്ര വരും? ഒന്നും വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലയോ 2 കിലോ എന്നുള്ള 1.5 കിലോ ആക്കിയിട്ടാണ് ആ 1/2 കിലോയുടെ ലാഭം നമുക്ക് കിട്ടും. അത് കിട്ടും. അത്രേ ഉള്ളൂ. അതെല്ലാം കൂടെ. പക്ഷെ പറയുമ്പോ ആരെങ്കിലും വിശ്വസിക്കും. ഇപ്പൊ പിന്നെ 1 കിലോ ബീഫിന് 400 എവിടെ കിട്ടാൻ? ദശ വാങ്ങിക്കണം. ബ്ലാക്ക് പോർഷൻ തന്നെ 650 രൂപ കൊടുത്ത്. അതാ പോയി നോക്കി നിന്ന് മേടിക്കുന്നത്. പോക്ക് കൂലി ഓട്ടോക്കാരന് അത് അങ്ങനെ. എല്ലാം കൂടെ വരുമ്പോ പിന്നെ മൊത്തം ഒരുപാട് അങ്ങനെ ഇടുവാണെങ്കിൽ എന്തെങ്കിലും ഒരു 10,000 രൂപ. പക്ഷെ കുറെ കിലോയ്ക്ക് ഇടുന്നത് അല്ലേ? ഒത്തിരി ഇടുന്നു. അതെന്നാന്ന് വെച്ചാൽ എല്ലാ ദിവസവും എനിക്ക് ഇതേ കമന്റ് ഇടാനുള്ള ചായ ഒരു ചുമല കളർ. അതാവുമ്പോ അന്നേരം എനിക്ക് ഇവിടെ ചായ കുടിക്കണം. പക്ഷെ അവരെടുക്കുന്നതൊക്കെ കാണാൻ നല്ല ഇഷ്ടം. മീൻകറി അവരുടെ കാണാൻ ഇഷ്ടം. മോരണി ഇളക്കുന്ന അച്ഛനെയൊക്കെ നല്ല നോക്കുന്നുണ്ട്. നല്ല രസം. നല്ല ഇതായിട്ട് അല്ലേ.